ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് റിപ്പോർട്ട്സൊക്കെ കിട്ടാനുണ്ടെന്ന്. അപ്പോൾ റിപ്പോർട്ട്സൊക്കെ കിട്ടി. ഇന്ന് ഗൈനക്കോളജീൻ്റെയും അതേപോലെ തന്നെ എൻഡോക്രൈൻ സർജൻ ഡോക്ടറെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബയോപ്സി ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈനക്കിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പം ബയോപ്സിൻ്റെ റിപ്പോർട്ട് വന്നു. ബയോപ്സിൻ്റെ റിപ്പോർട്ടിൽ ഫൈബ്രോസിസ് ആണെന്ന് പറഞ്ഞു. ഫൈബ്രോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വയറ്റിൻ്റെ ഭാഗത്ത് ഒരു ടിഷ്യൂ ഫോം ചെയ്യുന്നതാണ്. ഫൈബ്രോസിസ് വയറ്റിന് മാത്രമല്ല, നമ്മുടെ ലങ്സിൽ, കിഡ്നിക്ക്, അങ്ങനെ പല ഭാഗത്തായിട്ട് ഫൈബ്രോസിസ് ഫോം ചെയ്യും. പക്ഷേ ഇത് ഫൈബ്രോസിസ് ഇൻ അബ്ഡമൺ ആണ്. അപ്പം വയറ്റിൻ്റെ വോളിൻ്റെ ഭാഗത്ത് ഫൈബ്രോസിസ് ടിഷ്യൂസ് ഫോം ചെയ്തിട്ട് അത് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്ന ആ ഒരു ഇതിനകത്തേക്ക് അത് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ അത് കൂടാണ്ട് തന്നെ ലാസ്റ്റത്തെ എൻ്റെ സർജറിയിൽ എൻ്റെ നെർവ് ബണ്ടൽ കൂടിയും കണക്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ ഭാഗത്ത് അത്രയും പെയിൻ എന്ന് പറഞ്ഞു. പിന്നെ കണ്ടിന്യൂസ് ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് തന്നെ യൂട്രസിലേക്ക് ഒരു മെറീന ഇൻസർട്ടേഷൻ മീൻസ് കോപ്പർ ടീ ഇടണം, DNC ചെയ്തിട്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ DNC ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കളക്ഷൻസ് അത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ യൂട്രസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഈ അബ്ഡമൺ വോളിലുള്ള ആ ഒരു ഫൈബ്രോസിസും നീക്കം ചെയ്യണം. അപ്പോൾ ഇതാണ് ഇപ്പോൾ അവർ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പിന്നെ കോപ്പർ ടീ ഇടുന്നത് പ്രഗ്നൻസി തടയാൻ വേണ്ടി മാത്രമല്ല, ഇതേപോലെ ഹെവി ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഹോർമോണൽ തെറാപ്പി മെഡിസിൻസ് തരാൻ പറ്റാത്ത പേഷ്യൻസിന് കൊടുക്കുന്നതാണ് ഈ ഒരു മെറീന ഇൻസർട്ടേഷൻ ചെയ്യണം എന്നുള്ളത്. കാരണം ഈ ഹോർമോണൽ തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലീഡിങ് ആവുന്നവർക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാനുള്ള മെഡിസിൻസ് ആണ്. അതിങ്ങനെ മന്ത്ലി ചിലപ്പം 21 ഡേയ്സ്, പിന്നെ 21 ഡേയ്സ് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. പിന്നെ നെക്സ്റ്റ് പീരീഡ് അതിനെ പിന്നെയും സ്റ്റാർട്ട് ചെയ്യാൻ പറയും. അപ്പം അങ്ങനെയാണ് ഈ ഹോർമോണൽ മെഡിസിൻസ് കൊടുക്കാൻ. അപ്പം എൻ്റെ ഒരു കണ്ടീഷനിൽ എനിക്കിപ്പോൾ ഓൾറെഡി ബ്ലീഡിങ് ആവുന്ന മെഡിസിൻസ് തന്നിട്ടുണ്ട്. കാരണം ബ്ലഡ് തിന്നേഴ്സ് എനിക്ക് ഓൾറെഡി ക്ലോട്ടിങ്ങിൻ്റെ ഡിസോർഡർ ഉള്ളത് കൊണ്ട് തന്നെ ക്ലോട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് തിന്നേഴ്സ് തരുന്നുണ്ട്. ന്യൂറോളജി ഭാഗത്തുനിന്നും കാർഡിയോളജി പൾമനോളജിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് തന്ന മെഡിസിൻസ് ആണ് ഈ ബ്ലഡ് തിന്നേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലീഡിങ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു ബ്ലഡ് ക്ലോട്ടിങ് ഉള്ള ഹോർമോണൽ മെഡിസിൻസ് എനിക്ക് തരാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് അത് കുറച്ചും കൂടി റിസ്ക് ഉള്ളതുകൊണ്ട് അത് എനിക്ക് തരാൻ പറ്റൂല. അപ്പോൾ ആകെപ്പാടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മെറീന ഇൻസർട്ടേഷൻ ആണ്. എനിക്ക് ഓൾറെഡി സിസേറിയനും ഓവറിയൻ സിക്സെക്ടോമിയും ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ എൻ്റെ അബ്ഡമൺ വോൾ ക്ലോസ് ആയതുകൊണ്ട് നോർമൽ ഒരു പ്രൊസീജിയറിൽ ഈ മെറീന കോപ്പർ ടീയോ ഇൻസർട്ട് ചെയ്യാൻ പറ്റൂല. ഓപ്പറേഷൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നിലവിൽ അവരുടെ ഭാഗത്തുനിന്ന് ആകെ പറഞ്ഞിട്ടുള്ളത് സർജറി തന്നെ ചെയ്യണം, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഒന്നുകിൽ യൂട്രസ് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ മെറീന ഇൻസർട്ട് ചെയ്തിട്ട് ഫൈബ്രോസിസ് നീക്കം ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഈ നെർവ് ബണ്ടൽ എന്താണ് നോക്കിയിട്ട്, അതിപ്പോൾ സർജനാണ് പറയാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഈ ഗൈനക് ഡോക്ടേഴ്സിന് അറിയില്ല, അത് സർജൻ ഡോക്ടേഴ്സാണ് പറയുന്നത്. അപ്പം അവർ വരാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടുത്തെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നു. ഒരു സർജറിക്കോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിനൊന്നും ഉള്ള എമൗണ്ട് ഇപ്പോൾ ഇല്ല. അപ്പോൾ എന്തായാലും നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയനും കൂടി എടുത്തിട്ട് തിരിച്ച് വരണം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. അപ്പം നാളെ ഞാൻ നാട്ടിലേക്ക് പോകും. പിന്നെ എൻഡോക്രൈൻ സർജനെ കണ്ടു. എൻഡോക്രൈൻ സർജന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഈ ബ്രസ്റ്റിൻ്റെ ലീഷനും അതേപോലെ തന്നെ തൊണ്ടൻ്റെ അവിടുത്തെ ഒരു സ്കാനിങ്ങും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തൈറോയ്ഡ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നൊരു സ്കാനിങ് കൂടി ചെയ്ത സമയത്ത് അവർ പറയുന്നത് ലിംഫ് നോഡാണ്. അപ്പോൾ ആ ലിംഫ് നോഡ് ഉള്ളത് എൻ്റെ കഴുത്തിൻ്റെ ആ ഭാഗത്തുള്ള ഒരു നരമ്പിൻ്റെ ടച്ച് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പം അത് ഏകദേശം 8 mm ഉണ്ട്. നോർമൽ 3 mm ആകുമ്പം അത്ര വലിയ പേടിക്കാനൊന്നുമില്ല. പക്ഷേ 8 mm ഉണ്ട്. അത് മേ ബി 1 cm ആവാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആകെപ്പാടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അത് സർജറി ചെയ്യാന്നുള്ളതാണ്. പക്ഷേ സർജറി ചെയ്ത് കഴിഞ്ഞാൽ മേ ബി എൻ്റെ വോയിസ് നഷ്ടപ്പെടും എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. ബാക്കിയെല്ലാം അല്ലാഹു അല്ല, എനിക്കറിയില്ല, ഡോക്ടേഴ്സ് ഇതൊക്കെയാണ് പറഞ്ഞത്.
അപ്പം നിലവിൽ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഇവിടുത്തെ ഹെമറ്റോളജി ഡോക്ടർമാർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിൽ പോയിട്ട് മലബാർ ക്യാൻസർ സെൻ്ററിൽ പോയിട്ട് അവിടെ അവരെ മെഡിസിൻ 28 കോടി രൂപേൻ്റെ ഒരു മെഡിസിൻ ട്രയലിന് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചിട്ട് വിവരമൊന്നുമില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യണം. മേ ബി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രയൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രയൽ മീൻസ് അതിനകത്ത് എലിജിബിൾ ആവണം. ആ ഒരു മെഡിസിൻ അടിക്കാൻ എനിക്ക് പറ്റുമോ എന്നുള്ളത് അവർ കംപ്ലീറ്റ്ലി ടെസ്റ്റ് ചെയ്ത് മീൻസ് ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ ആ ഒരു മെഡിസിൻ എനിക്ക് അടിക്കാൻ പറ്റുമെന്ന് അറിയുള്ളൂ. പിന്നെ അവർ ഫസ്റ്റ് ട്രയലേ തരുള്ളൂ. ഫസ്റ്റ് ട്രയൽ തന്ന് കഴിഞ്ഞിട്ട് അത് സക്സസ് ആണെങ്കിൽ പിന്നെ ഒരു 6 മാസത്തോളം ഈ 28 കോടി രൂപേൻ്റെ മെഡിസിൻ അടിക്കണം. പക്ഷേ 28 കോടി രൂപ നമുക്ക് മാസം മാസം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതൽ ആലോചിക്കുന്നില്ല. എന്നാലും ഡോക്ടറിൻ്റെ അടുത്ത് ആ ട്രയലിനെ കുറിച്ചിട്ടൊന്ന് ചോദിക്കണമെന്നുണ്ട്. അപ്പോൾ നാട്ടിൽ പോയിട്ട് ഇൻഷാ അല്ലാഹ് ചോദിക്കണം. അപ്പോൾ ഞാൻ നാളെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഫൈബ്രോസ് ടിഷ്യൂസ് അബ്ഡോമനിൽ ഫോം ചെയ്യുന്ന സമയത്ത് അത് സ്റ്റൊമക്കിൻ്റെയും ഇൻറ്റസ്റ്റൈൻ്റെയും ബാക്കിലുള്ള ആ ഒരു ഭാഗത്താണ് ഈ ഒരു ഫൈബ്രോസിസ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് ഫോം ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂറിൻ ക്യാരി ചെയ്യുന്ന ട്യൂബില്ലേ, ഈ കിഡ്നിയിലേക്കുള്ള ട്യൂബ്, അത് ബ്ലോക്കായി പോവും ഈ ടിഷ്യൂസ് ഇങ്ങനെ ഫോം ചെയ്ത്. അപ്പോൾ അതുകൊണ്ടാണ് അത് സർജറി ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ഈ ഫൈബ്രോസിസ് നമ്മളെ ലങ്സിന് വരാം, നമ്മളുടെ കിഡ്നിയിൽ വരാം, ലിവറിൽ വരാം, അങ്ങനെ പല ഭാഗത്തായിട്ടും ഈ ഫൈബ്രോസിസ് ടിഷ്യൂസ് ഫോം ചെയ്യും. അപ്പം അതൊരു അബ്നോർമൽ ഗ്രോത്താണ്. അപ്പോൾ അത് കൂടുതലാവുന്ന സമയത്ത് ഈ പെയിനും വെയിറ്റ് ലോസും മസിൽസൊക്കെ കുറച്ച് ഇങ്ങനെ അമരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും, ബ്രീത്തിങ് പ്രോബ്ലം വരും, നമുക്ക് വെയിറ്റ് ലോസ് വരും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ ഫൈബ്രോസിസ് ടിഷ്യൂവിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ രാവിലെ നാട്ടിൽ പോകും. നാട്ടിൽ പോകുമ്പം നാളത്തെ ഒരു ഫുൾ വ്ലോഗ് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പറ്റുമെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ്. അപ്പം ഭയങ്കര പെയിനാണ് എനിക്ക്, ആ ഒരു ഭാഗത്ത് ഭയങ്കര പെയിനാണ്. അപ്പോൾ സർജറി പോസിബിൾ ആണോ എന്താ എങ്ങനെയാ ഒന്നും അറിയില്ല. കാരണം സർജറി ചെയ്യണമെങ്കിൽ അറിയാലോ, എനിക്കൊരു സർജറി ചെയ്യണമെങ്കിൽ എല്ലാ ഡോക്ടേഴ്സും പിന്നെ ഡിസ്കസ് ചെയ്ത് അനസ്തേഷ്യ ഡോക്ടറെ കണ്ട് അനസ്തേഷ്യ ഡോക്ടർ ഓക്കെ പറയുകയാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ എത്ര റിസ്ക് ആണെങ്കിലും ഈ ഒരു സർജറി ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഇവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നത്. കൂടുതൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. പറ്റുന്ന പോലെ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ പോകുമ്പം കുറച്ചൊക്കെ അപ്ഡേറ്റ്സ് തരാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.